I thought today we will have a short discussion on lottery addiction. ധാരാളം വ്യക്തികൾ ലോട്ടറി കച്ചവടം നടത്തുന്നുണ്ട്, ധാരാളം വ്യക്തികൾ അതിൻ്റെ ഏജൻറ്റുമാരുണ്ട്, ധാരാളം വ്യക്തികൾ അത് സ്റ്റോക്ക് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ അനേകർക്ക് ഒരു ജീവിതമാർഗം കൂടിയാണ്. എങ്കിലും ലോട്ടറി എടുക്കുന്നതിൽ ചിലർക്ക് അതിനോട് ഭയങ്കരമായ അടിമത്തം തോന്നുകയും എത്ര എടുത്താലും മതിയാവാത്ത ഒരു അഭിനിവേശ ഉള്ളിൽ പകരുകയും ചെയ്യുകയാണ്. They feel very comfortable when they take the lottery tickets and wait endlessly for the best result, that winning the most jovial prize at the right time immediately. And he is very happy to dream the immense change it is going to make in his life as he is getting the first prize or second prize of the lottery. ഈ ഒരു വലിയ ചിന്താശക്തിയുടെ പുറകെ മനുഷ്യൻ പോവുകയാണ്. പലർക്കും ജോലി നൽകുന്നുണ്ട്, എങ്കിലും ആൽക്കഹോളോ അല്ലെങ്കിൽ ഡ്രഗ്സിൻ്റെ കൂട്ട് തന്നെ ഒരു അഡിക്ഷനാണ് ഇത്. സൈക്കാട്രിയിൽ ഗാംബ്ലിംഗ് ഡിസോർഡർ എന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ ലോട്ടറി അഡിക്ഷൻ. ഈ ലോട്ടറി അഡിക്ഷൻ എന്ന് പറയാൻ കാരണം, ചിലർക്ക് 1000 രൂപ ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ 500 രൂപയ്ക്കും ലോട്ടറി ടിക്കറ്റ് വാങ്ങിക്കും, ചിലർ 700 രൂപയ്ക്കും വാങ്ങിക്കും. പിന്നെ വീട്ടിൽ ചിലവിന് അവർക്ക് കൊടുക്കാനൊന്നുമില്ലെങ്കിൽ എവിടുന്നെങ്കിലും കടം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. അപ്പോൾ ഇവർക്ക് ലഭിക്കുന്നത് പ്രതീക്ഷയാണ്. അടുത്ത കാലത്തൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും വീണ്ടും കടം വാങ്ങിച്ചാണെങ്കിലും ഇതെടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർക്കൊരു എടുക്കുമ്പോഴൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. That's a pleasure they get when they take the lottery ticket. And they continue in an eager state for the good outcome. അതിൻ്റെ ആ നല്ല ഫലം ഇന്നല്ലെങ്കിൽ നാളെ കിട്ടിക്കഴിഞ്ഞിട്ട് ഞാനൊരു സമ്പന്നനായിട്ട് ഞാൻ ജീവിക്കുന്ന രീതിയെ ഓർത്ത് ഞാൻ സ്വപ്നം കണ്ട് സന്തോഷിച്ചിരിക്കും. കുടുംബ ബന്ധങ്ങൾ തകരാനിത് ഇടയാകും. കാരണം കുടുംബത്തിൽ ജീവിക്കാൻ മാർഗമില്ല, ഭക്ഷണത്തിന് ഉള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് പറ്റുന്നില്ല, മക്കളും ഭാര്യയും അല്ലെങ്കിൽ ഭർത്താവും പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യത്തിലും ഈ വ്യക്തിക്ക് വ്യത്യാസം ഉണ്ടാകുന്നുമില്ല. അങ്ങനെയാണ് ഇദ്ദേഹം പലവിധ രോഗങ്ങളിലേക്ക് അടിമയാകാനും ഇടയുണ്ട്. ഉദാഹരണമായിട്ട് ഇങ്ങനെയുള്ള വ്യക്തികൾ മാനസിക സമ്മർദ്ദത്തിന് വഴങ്ങി വിഷാദ രോഗത്തിന്, ഡിപ്രസീവ് സ്റ്റേറ്റിലേക്ക് പോകാനും ഒരു രീതിയിലും പരിഹരിക്കാൻ പറ്റാത്ത സാമ്പത്തിക ബാധ്യതയും മറ്റു സാമൂഹിക പ്രതിസന്ധികളും തന്നെ താനല്ലാതെ മാറ്റുകയും ആത്മഹത്യാ ചിന്തയുടെ വക്കത്തെത്തുകയും ചിലപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് തനിക്ക് അറിയാൻ സാധിക്കാതെയും വരുന്നു. ഇതാണ് ലോട്ടറി addiction. Coming to the neurobiological implications or causes, we can find that the serotonergic and noradrenergic receptor systems are involved. In plasma, the concentration of 3-methoxy-4-hydroxyphenyl glycol is found to be low and increased in the cerebrospinal fluid. Further studies definitely are needed for its confirmation and treatment. എന്നാൽ പല രീതിയിലുള്ള ചികിത്സാ വിധികളും
ഇന്ന് നമ്മൾ നൽകുന്നുണ്ട്. പല ആൾക്കാർക്കും ഈ ഒരു അരക്ഷിതാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുന്നുമുണ്ട്. ഇതുപോലെയുള്ള വ്യക്തികളെ രക്ഷിക്കേണ്ടത് സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ബാധ്യതയാണ്. അവർക്ക് പ്രാരംഭത്തിൽ തന്നെ ഈ രീതിയിലുള്ള വ്യതിയാനം കണ്ടു തുടങ്ങുമ്പോൾ അവരെ കൗൺസിലിങ്ങിന് വിധേയമാക്കാം, അവർക്ക് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി കൊടുക്കാം. ഇതൊക്കെ ചില വിവിധ ചികിത്സാ വിധികൾ എന്ന് മാത്രം. അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ ഈ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സാമ്പത്തിക ഇടപാടുകൾ അവരുടെയും കൂടെ മേൽനോട്ടത്തിൽ ചെയ്യുന്നതിന് അവരെ വിഷമിപ്പിക്കാത്ത രീതിയിൽ ഇടപെടുകയും വേണം. എങ്കിൽ മാത്രമേ അവരെ ഈ വലിയ വിപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നീട് വളരെ പ്രയാസമായിരിക്കും ഈ ഒരവസ്ഥാവിശേഷത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനായിട്ട്. ആ സമയത്ത് ചികിത്സയ്ക്ക് മെഡിസിൻസിൻ്റെ ആവശ്യം ഉണ്ട് എന്ന് കണ്ടാൽ ഒരു സൈക്യാട്രിസ്റ്റിന് അത് അപഗ്രന്ഥനം ചെയ്ത് അതിനു വേണ്ട വിധികൾ നൽകുവാൻ സാധിക്കും. ഇല്ലെങ്കിൽ സാധാരണ രീതിയിൽ സൈക്കോതെറാപ്പിയും കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയും കൊണ്ട് ഇവർക്ക് പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ സാധിക്കുകയും ഈ വലിയ വിപത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. താങ്ക് യു.